ഹലോ ഓൾ, വെൽക്കം ടു ദിസ് വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 3-ലെ കുറച്ച് ക്വയറീസ് ആണ്. ക്വയറീസ് മാത്രമേ ഞാനോട് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ക്വയറീസ് വെച്ചിട്ട് കോൺസെപ്റ്റ്സ് നമുക്ക് നോക്കാം. സോ DML കമാൻഡ്സ് ആണ് ആക്ച്വലി മൊഡ്യൂൾ 3-ൽ വരുന്നത്. സോ ഞാൻ ഈ ഒരു ഇനി ചെയ്യാൻ പോകുന്ന ഒരു 3-4-5 വീഡിയോയിൽ ആക്ച്വലി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ട്, ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ല എടുത്തിരിക്കുന്നത്, ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കമ്പനി എന്ന് പറയുന്ന ഒരു ഡാറ്റാ ബേസ് ഉണ്ട്. ഇതാണ് അതിൻ്റെ അകത്തുള്ള അതിന്റെ സ്കീമ, എംപ്ലോയി ടേബിൾ, ഡിപ്പാർട്ട്മെന്റ് ടേബിൾ, ഡിപ്പാർട്ട്മെന്റ് ലൊക്കേഷൻ ടേബിൾ, പ്രൊജക്ട്സ് ടേബിൾ, വർക്ക്സ് ഓൺ ടേബിൾ, ഡിപെൻഡന്റ് ടേബിൾ, ഇങ്ങനൊരു സ്കീമ വന്നിട്ടുണ്ട്. ഇതിനെ വച്ചിട്ട് ഒരുവിധം കോൺസെപ്റ്റുകളെല്ലാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ക്വയറീസ് ആയിട്ട് അവർ ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വയറീസ് ആണ് ഞാനിവിടെ ആൻസർ ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് നിങ്ങൾക്ക് ഡയറക്ട്ലി നിങ്ങൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്തിട്ട് സോൾവ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺസെപ്റ്റ് അറിയില്ലെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ കോൺസെപ്റ്റുകളും അതിന്റെ സിൻടാക്സുകളും വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഏത് SQL ക്വയറി വന്നാലും ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് കോൺസെപ്റ്റുകൾ ക്ലിയർ ചെയ്യാൻ ആക്ച്വലി നല്ലത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കിയാലും കുഴപ്പമില്ല. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് സിമ്പിൾ നിന്ന് കുറച്ച് കോംപ്ലിക്കേറ്റഡിലേക്കായിരിക്കും പോകുന്നത്. ആദ്യത്തെ ഈ വീഡിയോ നിങ്ങൾ കുറച്ച് എക്സ്പേർട്ട് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അടുത്ത വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യും, അന്നേരം അത് നോക്കിയാലും മതി. സോ റിട്രീവ് ദി ബർത്ത് ഡേറ്റ് ആൻഡ് അഡ്രസ് ഓഫ് എംപ്ലോയി ഹൂസ് നെയിം ഇസ് ജോൺ ബി സ്മിത്ത്. അപ്പോൾ ഇവിടെ ഒരു എംപ്ലോയി ഉണ്ട്, ജോൺ ബി സ്മിത്ത്. അയാളുടെ ബർത്ത് ഡേറ്റും അഡ്രസ്സും മാത്രമാണ് റിട്രീവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ സെലക്ട് ബി ഡേറ്റ് അഡ്രസ്. സെലക്ട് എന്ന് പറയുന്നത് സിൻടാക്സ് ആണ്. ബി ഡേറ്റ് ആൻഡ് അഡ്രസ് എന്ന് പറയുന്നത് ഇവിടെ കംപ്ലീറ്റ് ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഇതിൻ്റെ അകത്തുള്ള ആട്രിബ്യൂട്ടിന്റെ പേരുകളെല്ലാം ക്യാപിറ്റൽ ലെറ്ററാണ് കിടക്കുന്നത്. ഇവിടെ കിടക്കുന്ന എങ്ങനെയാണെന്ന് അവിടെ നോക്കുക. സോ എംപ്ലോയിയിൽ ബി ഡേറ്റ് എന്നാണ്, ബി ഡേറ്റ് എന്നുള്ളതാണ് അവിടുത്തെ ആട്രിബ്യൂട്ടിന്റെ പേര്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബി ഡേറ്റ് എന്ന് യൂസ് ചെയ്തു. ബി ഡേറ്റും പിന്നെന്താണ് അഡ്രസ്സും ക്യാപിറ്റൽ ലെറ്റർ ആണ്, ഫുൾ ക്യാപിറ്റൽ ലെറ്റർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫ്രം എംപ്ലോയി വെയർ എന്താണ് നമ്മുടെ കണ്ടീഷൻ എന്താണ്? നെയിം എന്ന് പറയുന്നത് ജോൺ ബി സ്മിത്ത് എന്നാണ്. അപ്പൊ ഇവിടെ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം ആൻഡ് ലാസ്റ്റ് നെയിം ആയിട്ടാണ് നെയിം കിടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് ജോൺ ആയിരിക്കണം, എം ഇനീറ്റ്, മിഡിൽ ഇനീഷ്യൽ എന്ന് പറയുന്ന ബി ആയിരിക്കണം, ലാസ്റ്റ് നെയിം എന്ന് പറയുന്നത് സ്മിത്ത് ആയിരിക്കണം. സോ യു വിൽ ഗെറ്റ് ജോൺ ബി സ്മിത്ത് എന്ന് പറയുന്ന ആളുടെ ബർത്ത് ഡേറ്റും അഡ്രസ്സും നിങ്ങൾക്ക് ഈ ക്വയറിയിലൂടെ കിട്ടും. സോ ഇവിടുത്തെ സിൻടാക്സ് വളരെ സിമ്പിൾ ആണ്. സെലക്ട് ആട്രിബ്യൂട്ടിന്റെ പേര്, ഫ്രം ഏത് ടേബിൾ, വെയർ എന്താണ് കണ്ടീഷൻ. അടുത്ത ക്വയറി, റിട്രീവ് ദ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഓൾ എംപ്ലോയീസ് ഹു വർക്ക്സ് ഫോർ റിസർച്ച് ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് നമ്പർ മാത്രമേ എംപ്ലോയി ടേബിളിലുള്ളൂ. എംപ്ലോയി ടേബിളിൽ ഡിപ്പാർട്ട്മെന്റ് നമ്പർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് കിടക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ടേബിളിലാണ്. അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് ടേബിൾസ് ആവശ്യമുണ്ട്. എംപ്ലോയി ടേബിളും ഡിപ്പാർട്ട്മെന്റ് ടേബിളും എന്ന് പറയുന്ന രണ്ട് ടേബിൾ ആവശ്യമുണ്ട്. നമുക്ക് വേണ്ടത് നെയിം ആൻഡ് അഡ്രസ് ഓഫ് എംപ്ലോയീസ് ആണ്. അപ്പൊ എംപ്ലോയി ടേബിളിലുള്ള ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അഡ്രസ് എന്ന് പറയുന്നത് ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എംപ്ലോയി ഡോട്ട് ഫസ്റ്റ് നെയിം, എംപ്ലോയി ഡോട്ട് ലാസ്റ്റ് നെയിം, അഡ്രസ്, എംപ്ലോയി ഡോട്ട് അഡ്രസ് എന്ന് പറഞ്ഞ് നമുക്ക് എഴുതി കൊടുക്കാം. ആ മെത്തേഡ്സ് നമ്മൾ നോക്കാം. അതും കൂടി നമുക്ക് ക്ലിയർ ചെയ്ത് നോക്കേണ്ടതുണ്ട്. അത് ഞാനിവിടെ എഴുതാത്ത എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ടേബിളിൽ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അഡ്രസ് എന്ന് പറയുന്ന വാല്യൂസ് കോളംസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. ഇത് എംപ്ലോയി ടേബിളിലെ ആണെന്ന് നമുക്ക് ഓൾറെഡി മനസ്സിലാവും. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അഡ്രസ് എടുക്കുന്നു, ഫ്രം എംപ്ലോയി ഡിപ്പാർട്ട്മെന്റ്. ഇനി നമ്മുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് നെയിം, ഡി നെയിം എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ടേബിളിലാണ് ഡി നെയിം ഉള്ളത്. സോ ഡി നെയിം എന്ന് പറയുന്നത് റിസർച്ച് ആയിരിക്കണം. ആൻഡ് ഇതെന്ന് പറയുന്നത് ആ എംപ്ലോയി ആയിട്ട് മാച്ച് ചെയ്യണം. അതായത് ഇവിടെ ഈ രണ്ട് ടേബിളിനെ തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്യിക്കണം. ജോയിൻ ചെയ്യാൻ എങ്ങനെയാ ജോയിൻ ചെയ്യുക? ഇത് തമ്മിൽ ഡിപ്പാർട്ട്മെന്റ് ടേബിളും എംപ്ലോയി ടേബിളും നമ്മൾ ജോയിൻ ചെയ്യണം. എങ്ങനെ ജോയിൻ ചെയ്യും? ഇവിടെ രണ്ടിലും കോമൺ ആയിട്ടുള്ള ആട്രിബ്യൂട്ട് ഏതാ? ഇവിടെ DNUMBER ഇവിടെ DNOയും. നമ്മൾ റിലേഷണൽ ആൾജിബ്ര ചെയ്ത പോലെ തന്നെയാണ് SQL, സിൻടാക്സ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പൊ ഡി നമ്പറും DNOയും ഇവരെ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട് അത് രണ്ടും ഈക്വൽ ആയിട്ടുള്ളത് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഡി നമ്പർ ഈക്വൽ ടു DNO. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? രണ്ടും കോമൺ ആയിട്ടുള്ള, അതായത് ആ സെയിം ഡിപ്പാർട്ട്മെന്റ് നമ്പറിലുള്ള
ഡി നെയിം എന്തായിരിക്കണം, റിസർച്ച് ആയിരിക്കും. അങ്ങനെയുള്ളത് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നു. സോ നമുക്ക് എന്ത് കിട്ടി, റിസർച്ച് ഡിപ്പാർട്ട്മെന്റിലുള്ള എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് കിട്ടും. സോ നമ്മൾ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുക. നമുക്ക് എന്താണ് ഇതിൻ്റെ അതുള്ള കണ്ടീഷൻ എന്താണെന്ന് നോക്കുക. അതിന് ഏതൊക്കെ ടേബിളുകൾ ഇൻവോൾവ് ചെയ്യും. ഇവിടെ 2 ടേബിൾ വേണം, എംപ്ലോയി ടേബിളും ഡിപ്പാർട്ട്മെന്റ് ടേബിളും. അവർ രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആട്രിബ്യൂട്ട് എന്താണ്, ഡി നമ്പർ, DNO. ഇതാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഫോറിൻ കീ ആട്രിബ്യൂട്ട് ആണ്. അപ്പൊ അതിന്റെ അവിടെ ഒരു ഈക്വൽ എന്ന് പറയുന്ന സാധനം അവിടെ ഡി നമ്പർ ഈക്വൽ ടു DNO എന്തായാലും വരും. അതിന്റെ കൂടെ ഒരു ആൻഡും കൂടി ഉണ്ട്. ബാക്കിത്തെ ക്വസ്റ്റിൽ കിടപ്പുണ്ടാവും റിസർച്ച് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഡി നെയിം ഈസ് ഈക്വൽ ടു റിസർച്ച്. ഇത്രയുമാണ് നിങ്ങൾ അറിയേണ്ട കാര്യം ഉണ്ട്. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ അങ്ങനെ കൊടുക്കാൻ നേരത്തെ നമുക്ക് ഡിയുടെ നെയിം എന്ന് പറയുന്നത് സെയിം. ഇപ്പോ ഈ ഡിപ്പാർട്ട്മെന്റ് ടേബിളിലും 2 എണ്ണത്തിലും സെയിം ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആട്രിബ്യൂട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ടേബിളിലും ഡിപ്പാർട്ട്മെന്റ് ലൊക്കേഷൻ ടേബിളിലും ഡി നമ്പർ ഉണ്ട്. അപ്പൊ ഏതിലെ ഡി നമ്പറിനെയാണ് നമ്മൾ ഞാൻ ആക്സസ് ചെയ്യുന്നതെന്നും പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു കേസ് വരുമ്പോൾ നമുക്ക് എടുത്ത് പറയണം, ഡിപ്പാർട്ട്മെന്റ് ടേബിളിൽ ഡി നമ്പർ ആണ് എന്ന് എനിക്ക് എടുത്ത് പറയണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആംബിഗ്വസ് ആട്രിബ്യൂട്ട് നെയിംസ് കൊടുക്കുന്നത്. അതായത് നമ്മൾ എടുത്ത് പറയുകയാണ് ഇന്ന ടേബിളിലെ നെയിം ആണ് എന്ന് എടുത്ത് പറയുകയാണ്. സോ സെലക്ട് എഫ് നെയിം, എംപ്ലോയി ഡോട്ട് നെയിം, എംപ്ലോയിയിലെ നെയിം, അഡ്രസ് ഫ്രം എംപ്ലോയി, ഡിപ്പാർട്ട്മെന്റ്, where department dot name is equal to research and department dot number is equal to employee dot d number എന്ന് പറഞ്ഞ് നമ്മൾ എടുത്ത് ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാവുന്നതാണ്. ഇനി നമുക്ക് അതല്ലെങ്കിൽ അലിയാസിങ് ചെയ്യാം. അതായത് ഒരു ടേബിളിന് നമ്മളൊരു പേര് കൊടുക്കുകയാണ്. എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിൽ ഞാൻ ഇ എന്ന് പറയുന്നൊരു പേരായിട്ട്, ബിക്കോസ് എല്ലായിടത്തും എംപ്ലോയി എന്ന് എടുത്ത് എഴുതാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇ എന്ന് എഴുതുകയാണെങ്കിൽ, ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ടേബിളിന് ഡി എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിനെ വിളിക്കാൻ. അതായത് ഇനി നമ്മൾ എംപ്ലോയി ഡോട്ട് എന്ന് എഴുതണ്ട, അതിലും എളുപ്പത്തിൽ നമുക്ക് ഇ ഡോട്ട് ഡി ഡോട്ട് എന്ന് എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിനെ കിട്ടും. അപ്പോൾ ഇ ഡോട്ട് എഫ് നെയിം നേരത്തെ ആ സെയിം ക്വറിയാണ്. എംപ്ലോയി റിസർച്ച് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള സെയിം റിസർച്ച് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ നെയിം ആൻഡ് അഡ്രസ്സ് കിട്ടുന്ന ക്വറിയാണ്. അതിൻ്റെ അകത്ത് എംപ്ലോയിക്ക് നമ്മൾ ഇ എന്നും ഡിപ്പാർട്ട്മെന്റ് ഡി എന്നും പേര് കൊടുത്തപ്പോൾ ഇവിടെ ഇനി എംപ്ലോയി ഡോട്ട് എഫ് നെയിം, എംപ്ലോയി ഡോട്ട് ഒന്നും എഴുതണ്ട, നമ്മൾ അതിന് പകരം ഇ ഡി എന്ന് എഴുതിയാൽ മതി. ഇനി റിട്രീവ് ഓൾ ആട്രിബ്യൂട്ട് വാല്യൂസ് ഓഫ് എംപ്ലോയി ഹു വർക്ക്സ് ഇൻ ഡിപ്പാർട്ട്മെന്റ് നമ്പർ 5. ഡിപ്പാർട്ട്മെന്റ് നമ്പർ 5 വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ എല്ലാ ഡീറ്റെയിൽസും അതിന് നമ്മൾ സ്റ്റാർ എന്ന് പറയുന്ന ആസ്ട്രിക് ഓപ്പറേറ്റർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി വേർ ഡി നമ്പർ ഈക്വൽ ടു 5. സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആട്രിബ്യൂട്ടും, നമുക്ക് ആട്രിബ്യൂട്ട് പേരെടുത്ത് പറയേണ്ട എല്ലാ ആട്രിബ്യൂട്ടും വേണമെങ്കിൽ സ്റ്റാർ യൂസ് ചെയ്യാം. റിട്രീവ് ഓൾ ആട്രിബ്യൂട്ട് ഓഫ് എംപ്ലോയി ആൻഡ് ദി ആട്രിബ്യൂട്ട് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഹി ഓർ ഷി വർക്ക്സ് ഇൻ ഫോർ എവറി എംപ്ലോയി ഓഫ് റിസർച്ച് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ നേരത്തെ ക്വറിയിൽ ഇവിടെ നമ്മൾ ഇന്ന ആട്രിബ്യൂട്ട് എന്ന് പറയാത്തതുകൊണ്ട് സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി, ഡിപ്പാർട്ട്മെന്റ്. ബാക്കി ക്വറി സെയിം തന്നെയാണ്. For every project located in Stafford, list the project number, controlling department number and the department manager's last name, address and date of birth. Select, അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം, സ്റ്റഫോർഡ് എന്ന് പറയുന്ന ലൊക്കേഷനിലുള്ള പ്രൊജക്റ്റിന്റെ അതിന്റെ കൺട്രോളിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ നമ്പറും ഡിപ്പാർട്ട്മെന്റ് മാനേജറിന്റെ ലാസ്റ്റ് നെയിമും അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ പ്രൊജക്ട് നമ്പർ വേണം, ഡിപ്പാർട്ട്മെന്റ് നമ്പർ വേണം, പിന്നെ അതിന്റെ മാനേജറിന്റെ ലാസ്റ്റ് നെയിം, അഡ്രസ്സ്, ബർത്ത് ഡേറ്റ്. അപ്പോൾ ഒരേ ഒരു റോയേ ഉണ്ടാവുള്ളൂ. ആ റോയിൽ പ്രൊജക്ടിന്റെ പേര് കാണും, അത് ഏത് ഡിപ്പാർട്ട്മെന്റിലെയാണ്, ആ അത് മാനേജ് ചെയ്യുന്ന ആളുടെ ലാസ്റ്റ് നെയിം, അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ നമുക്ക് 3 ടേബിൾ വേണം. പ്രൊജക്ട് ടേബിളിലാണ് പ്രൊജക്ടിന്റെ നമ്പറും പ്രൊജക്ടിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവുക. പ്രൊജക്ട് ടേബിളിലായിരിക്കും ഏത് പ്രൊജക്റ്റിലാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ടേബിളിലായിരിക്കും ഒരു അയാളുടെ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ നമ്പർ, നമുക്ക് പ്രൊജക്ടിന്റെ ഡിപ്പാർട്ട്മെന്റ് നമ്പർ അവിടെ ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് എംപ്ലോയി ടേബിളിലായിരിക്കും അതിന്റെ ലാസ്റ്റ് നെയിമും അഡ്രസ്സ്, ബർത്ത് ഡേറ്റ് ഒക്കെ ഉണ്ടാവുക. അപ്പൊ ഇവരെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഇത്രയും നോക്കിയാൽ മതി. അവരെ 3 പേരെയും കണക്ട് ചെയ്യുന്ന ഫോറിൻ കീസ് വെച്ച് കണക്ട് ചെയ്യാം. അപ്പൊ അതിൻ്റെ അകത്ത് ഡി നം ഈസ് ഈക്വൽ ടു ഡി നമ്പർ, മാനേജർ SSNും SSNും, അതായത് ഡി നമ്പും ഡി നമ്പർ എന്ന് പറയുന്നത് പ്രൊജക്ട് ടേബിളിലെ ഡി നമ്പും
നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ടേബിളിലെ ഡി നമ്പറും, മാനേജർ അസിസ്റ്റന്റ് ഡിപ്പാർട്ട്മെന്റ് ടേബിളിലെയാണ്, SSN എന്ന് പറയുന്നത് എംപ്ലോയി ടേബിളിലെയാണ്, പി ലൊക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റഫോർഡ് കൊടുക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് ഈ 3 ടേബിളിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ഫോറിൻ കീസ് വെച്ച് കണക്ട് ചെയ്യുന്നത് കൊടുക്കുക. ആൻഡ് നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന കണ്ടീഷനാണ് പ്രൊജക്ടിന്റെ ലൊക്കേഷൻ, പി ലൊക്കേഷൻ ഇസ് ഈക്വൽ ടു സ്റ്റഫോർഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഒരുവിധം എല്ലാ ക്വയറീസും ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ആ കണ്ടീഷൻ എന്നുള്ളത് എഴുതുക. ആൻഡ് ഇവർ ഏതൊക്കെ ടേബിൾ ആണെന്ന് നോക്കുക. ആ ടേബിൾസിന് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ അവരുടെ ഫോറിൻ കീസ് വെച്ചിട്ട് ഈക്വൽ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധം ക്വയറീസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും.